ഞാൻ സ്കൂളിട്ട് വന്നു. വരുമ്പോ ഒരാള് അവിടെ ഒളിച്ച് നിൽക്കുകയാണ്. ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഞാൻ റൂമിൽ പോയി അമ്മേ തുറന്ന് അമ്മ കാണാനില്ലേ, അവിടെയും പോയി നോക്കി. കണ്ടില്ലാത്ത ഞാൻ നേരെ ഇങ്ങനത്തെ എന്താ ചുവന്ന സാധനം, എന്തായിരുന്നു നീല സാധനം. ഞാൻ നീങ്ങി എടുക്കാം. മറ്റേ സംഭവിക്കും എന്തായാലും കുറവ് കഴിക്കുന്നത് കഴിച്ചു. ഞാൻ ലൈറ്റ് ഇട്ട് നോക്കുന്നത് അമ്മ എനിക്ക് ഒന്നും ഉണ്ടാക്കി തന്നില്ല. അപ്പൊ അമ്മ ഉണ്ടാക്കി. ഞാൻ അവള് സ്കൂളിന്റെ വണ്ടിയുടെ ഒച്ച എടുക്കുമ്പോൾ എന്തെന്ന് അറിയാം, വേഗം ലൈറ്റും ഫാനൊക്കെ ഓഫ് ചെയ്ത് ഒളിച്ചു നിന്ന് അതിൻ്റെ അവിടെ അത് സ്റ്റാൻഡ് നീക്കിയിട്ട് അതിൻ്റെ പുറകിൽ ഒളിച്ചു നിന്നേ. എന്നിട്ട് ദേവൂസ് കഥ തുറന്ന് ഓടി റൂമിലോട്ട്, ഈ സോഫേൻ്റെ മേളത്തേക്ക് ഈ ബാഗ് ഇട്ടിട്ട് ഓടി റൂമിൽ പോയി. ഞാൻ കിടക്കുന്ന റൂമിലില്ല, അപ്പുറത്തെ റൂമിൽ പോയി അവിടെയില്ല. അടുക്കളയിൽ പോയി നോക്കി, വാഷിംഗ് മെഷീൻ്റെ അവിടെ നോക്കി, അവിടെ ഒന്നും കാണാനില്ല. കൊച്ചു പിന്നെ അമ്മേ എന്നും പറഞ്ഞ ശബ്ദം മാറാൻ തുടങ്ങി. അപ്പം ഞാൻ പിന്നെയും പമ്മി നിൽക്കുക കേട്ടോ. അപ്പം എന്ത് ചെയ്ത് പിന്നെ നോക്കിയപ്പോൾ എന്നെ കണ്ട് പിന്നെ ഓടി വന്ന് ചിരിച്ചോണ്ട് അത് കെട്ടിപിടിച്ചുമ്മാന്ന് വീഡിയോ എടുക്കാമെന്ന് വെച്ചോ. ക്യാമറ ആ സ്റ്റാൻഡിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഓടി വന്ന് കെട്ടി പിന്നെ ആ ഫോൺ മൊത്തം താഴെ വീഴും. അത് വേണ്ടാന്ന് വെച്ചു. പിന്നെ ഞാനിതാ നമ്മുടെ ദേവൂട്ടിക്ക് മാഗി ഉണ്ടാക്കി വെച്ചു. എന്നിട്ട് ഒന്നുമില്ല, സിമ്പിളായിട്ട് ഉണ്ടാക്കിയതാ മാഗി. മാഗി പിന്നെ എല്ലാവർക്കും അറിയാൻ നല്ല വീഡിയോ ഒന്നും എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ദേവൂട്ടി കഴിക്കട്ടെ. എനിക്ക് തരുമെന്ന് അറിയില്ല, എനിക്കും കൊതിയുണ്ട്. ഇന്ന് എന്തൊക്കെയുണ്ട് സ്കൂൾ വിശേഷം? കഴിച്ചോ മോള് കഴിച്ചോ? എന്തൊക്കെയുണ്ട് വിശേഷം? സ്കൂളിൽ നിന്ന് എല്ലാവർക്കും വൈറ്റമിൻ ഡിയോ ഗുളിക എടുക്കണ്ടായിരുന്നല്ലോ, മോള് കഴിച്ചു അല്ലല്ലോ? നീ കഴിക്കണം. അമ്മയുടെ വീട്ടിലുള്ള അമ്മേൻ്റെ അച്ഛൻ്റെ ഒക്കെ സമ്മതപത്രം ഉണ്ടെങ്കിലേ തരുള്ളൂ. എന്ത് ചെയ്തേ? ഗുളിക വേണമെങ്കിലല്ലോടോ അത് എഴുതണ്ടോ? ഞാൻ കണ്ടെന്താണെന്നറിയോ, ആവശ്യമുള്ളവര് ഗുളിക കൊടുക്കാൻ എഴുതി വിട്ടാൽ മതി എന്നാണ്. എടോ സമ്മതപത്രം അല്ലേടോ? എടോ സമ്മതം ഇല്ലാത്ത ആൾക്കാരല്ലേ എഴുതാത്തത്, സമ്മതമുള്ള ആൾക്കാരല്ലേ സമ്മതപത്രം എഴുതി കൊടുക്കുന്നത്. അങ്ങനെയാണ് ഗ്രൂപ്പിൽ എഴുതി കൊടുക്കുന്നത്. ഗുളിക ആവശ്യമില്ലാന്ന്. അപ്പം അതൊക്കെ അല്ലാതെ സമ്മതമുള്ളവർ മാത്രം സമ്മതപത്രം മേടിച്ചോണ്ട് വരണം എന്നാണ് ഞാൻ കണ്ടത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം നീ പറയുന്നത് സമ്മതം ഇല്ലാത്തവരും എഴുതിക്കൊണ്ട് ചെല്ലണമെന്ന്. അതിപ്പോൾ നീ ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. ഇന്ന് സ്കൂളിൽ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? പറ. അത്രേ ഉള്ളൂ. എല്ലാവർക്കും വേണമെന്ന് ചോദിക്കാത്ത എന്താടോ? ഏതാ ഏതാന്ന് പറ. ഏത് സംഭവം കാണിച്ചു തരുമെന്ന് ചോദിച്ചാ? കഥക് പൂട്ടിയിരുന്നോ? ഏതാ? കുറവസംഘം. ഓ, കുറവസംഘത്തിൻ്റെ വീഡിയോ എനിക്ക് ഉഷേച്ചി അയച്ചു തന്നിട്ടുണ്ടേ. അപ്പോൾ അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കണ്ടില്ല, എനിക്ക് പേടിയായിട്ട്. അതാ ഇപ്പോൾ അവൾ പറയണമെന്ന് അയച്ചത്, എനിക്ക് കാണിച്ചു തരുമോ എന്നിട്ട് വേണം രാത്രി പേടിക്കാൻ. ഇന്നലെ രാത്രി എത്ര മണിക്കാണ് കരണ്ടോ നിങ്ങൾക്ക് ആർക്കറിയോ? 1:45. അതുവരെ ഞങ്ങളിത് ഈ തറയിൽ കിടക്കുകയാണ്. തറയിൽ ഞങ്ങൾ കിടന്ന് ഉറങ്ങി വരുമ്പോൾ ഉണ്ട് കറണ്ട് വരുന്നല്ലേ? കറണ്ട് വന്ന് ഞങ്ങൾ പിന്നെ തറയിൽ തന്നെ കിടന്നുറങ്ങി. രാത്രി ഫ്രിഡ്ജിന്റെ ഓഫാക്കി ഞാൻ ദൈവമേ, ഇടി അടിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഫ്രിഡ്ജ് ഓഫാക്കാൻ പറഞ്ഞായിരുന്നു ലൈവ് എടുക്കുമ്പോൾ.
അത് പിന്നെ കറണ്ട് വന്നപ്പോൾ ഓണാക്കാൻ ഞാൻ പറഞ്ഞായിരുന്നു. പേടിച്ചിട്ട് പോവണ്ടേ, മുന്നിലും പുറകെ നമ്മൾ പോകണം. ഭയങ്കര പേടിയായിരുന്നു, ഭയങ്കര പേടി. വന്നിട്ട് ഞാൻ പറഞ്ഞു ഡ്രസ്സ് മാറ്റി വന്നിട്ട് കഴിക്കണം. അപ്പോൾ അവർക്ക് അതിനൊന്നും സമയമില്ല. വേഗം കയ്യും കാലും മുഖം കഴുകി വന്ന് കഴിക്കുകയാണ്. കണ്ടോ കാലൊക്കെ എടുത്ത് വെച്ചത്. അയ്യോ ഇനി കാല് കാണിച്ചേന്നും പറഞ്ഞായിരിക്കും അടുത്ത വീഡിയോ വരുന്നത്. അപ്പോൾ നമ്മൾ പുതിയ പുതിയ കണ്ടന്റുകളുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ഇന്നിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒരു കുക്കിംഗ് വീഡിയോ ചെയ്യുന്നുണ്ട്. എല്ലാവരും പുതിയ കുക്കിംഗ് വീഡിയോ ഉണ്ട്, ഞങ്ങൾ വരും. ഇപ്പം നന്നല്ലേ ദൈവം ഒക്കെ ഒന്ന് റെഡിയാക്കണം. അപ്പം എന്നാലും എല്ലാവർക്കും ബൈ. നമ്മുടെ ചെറിയൊരു ചാനൽ പുതിയ പുതിയ ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ അതൊന്ന് പറ. ഇല്ല നീ പറ. പറയൂല? പറ ദൈവം, എന്നെ നാണം കൊടുക്കല്ലേടാ. നീ തിന്നണ്ട. പറ 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 പറ. ഞാനൊരു പുതിയൊരു പാട്ട് എഴുതിയിട്ടുണ്ട്. ആ പേപ്പറും എടുത്തോണ്ടതാ, അത് കിടക്കും. അതാ പാവടയിൽ. ആ പാട്ട് 2 വരി 3 വരികളായതേ ഉള്ളൂ. ആ ചുമ്മാ ഒന്ന് ഇങ്ങനെ 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 ആലോചിച്ചപ്പോൾ ഒന്ന് എഴുതിയതാ. പാടിത്തരട്ടെ നിങ്ങൾക്ക്? കളിയാക്കരുത്, ദൈവൻ്റെ ഭാവങ്ങൾ കാണാം. ജീവിക്കാൻ വിധിച്ചില്ല, പിരിയാൻ വിധിച്ചത്, എന്നാലും മനസ്സിൽ വേദന മാത്രം. എന്നാലും നീ എൻ്റെ പ്രാണനല്ല. ബാക്കി പാടി ഞങ്ങൾ എന്നെ കൊല്ലും. എൻ മനസ്സാരും കാണുന്നില്ല, ജീവിക്കാൻ വിധിച്ചില്ല, പിരിയാൻ വിധിച്ചത്, എന്നാലും മനസ്സിൽ വേദന മാത്രം. എന്നാലും മനസ്സിൽ വേദന മാത്രം. ചുമ്മാ കോമാളി ആവുന്നില്ല, കോമാളി ആവാനും താല്പര്യമില്ല. അപ്പോൾ ഞങ്ങൾ കുറച്ച് കഴിയുമ്പോൾ കുക്കിംഗ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ. ബൈ പറയണോ? ബൈ.